കുംഭമേള യാത്രയ്ക്ക് പോവാണ്. പയ്യന്നൂർ ടു ബാംഗ്ലൂർ ഇന്നത്തെ യാത്ര. ബാംഗ്ലൂർ ടു ലക്നൗ ആണ് നമ്മുടെ യാത്രാ പദ്ധതികൾ. അങ്ങനെ പ്രയാഗ്രാജിൽ നാളെ വൈകിട്ട് എത്താമെന്നാണ് പ്ലാൻ. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ KSRTC ബാംഗ്ലൂരേക്ക് പോവാണ് നമ്മളൊരു ടീം. നമ്മൾ ഫുൾ ടീം ഇതാ ഇവിടെ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഇങ്ങനെ കറങ്ങാണ്. നമ്മളിങ്ങനെ എയർപോർട്ടിൽ കറങ്ങാണ്. അത്യാവശ്യം തണുപ്പുണ്ട്, ഇങ്ങനെ നടക്കാണ്. നമ്മളെല്ലാവരും ബാംഗ്ലൂർ ടെർമിനൽ 2-ലെത്തി. അതൊന്ന് ടെർമിനൽ 2 നിറയെ സസ്യ മനോഹരമാണ്. പലർക്കും അറിയാത്ത ടെർമിനലായിരിക്കും ടെർമിനൽ 2. ചെടികൾ എന്ന് തോന്നിപ്പിക്കുന്ന കുറേ സാധനങ്ങൾ തൂക്കിയിട്ടുണ്ട്. ലൈവാണോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നടന്ന് ഇങ്ങനെ പോവാം. എല്ലാം വേറെ വേറെ സീറ്റാണ്. വീഡിയോ ആണ്. വാ അതിന് മുകളിൽ നിന്ന് കിട്ടണമെന്ന് വെച്ചത് കിട്ടിയില്ല. അല്ലേ വാ. അങ്ങനെ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന നാല് ആൾക്കാരുടെ ഇതൊക്കെ കണ്ട് സ്തൂപങ്ങളൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ ടെർമിനലിലൂടെ പോവാം. നമ്മളിപ്പോൾ ഉള്ളത് ടെർമിനൽ 3-ലാണ്. നമ്മൾ 62-ലേക്ക് ഇങ്ങനെ പോവാം. സ്വന്തമായി നീളുന്ന ഒരു പരിപാടിയാണ്. ഇങ്ങനെ എയർ ഹോസ്റ്റസ്മാർ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയി കൊടുക്കാം. ഇങ്ങനെ ഇറങ്ങിപ്പോവാം. ആൾക്കാരൊക്കെ ഇങ്ങനെ ഉള്ളത് ലക്നൗ എയർപോർട്ടിലാണ്. ടാക്സി പാസിനാണ്. ഇവിടെ ഊബറൊക്കെ ഉണ്ട്. ഊബർ പോലെയൊക്കെ വളരെ അവിടെ ഓല ടാക്സികളൊക്കെ കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളിലുള്ള നല്ലൊരു എയർപോർട്ടാണ്. എല്ലാവരും പ്രയാഗ്രാജിലേക്ക്. എന്നുള്ളൊരു വിചാരമില്ല, ബാക്കിയുള്ളവർക്ക് പോകണമെന്നുള്ളൊരു വിചാരമില്ല. അങ്ങനെ വെറുതെ അവിടെ സൈഡിൽ കൂട്ടി വെച്ചിട്ട് രാത്രിയാകുമ്പോൾ
പോയിക്കോളൂ. എന്താ മുന്നോളം ട്രാഫിക് ബ്ലോക്കാണ്. ഒരു രക്ഷയില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ട് സൈഡിലും ബസ്സുകളൊക്കെ വളരെ സകലമാന ആൾക്കാരും നടക്കുകയാണ്. വലിയ റോഡാണ്, നടക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത്. ഇത് സംഘസ്ഥാനത്തേക്കുള്ള വഴിയാണ്. കോടിക്കണക്കിന് ആൾക്കാർ നടന്നു പോകുന്ന വഴിയാണ്. നമാമി ഗംഗാ. ആ ക്യൂ നിൽക്കുന്നുണ്ട്. ഭക്ഷണത്തിന് വേണ്ടിയുള്ള ക്യൂ ആണ് കേട്ടോ. सीतापुर के मार्केटिंग 27 में सीतापुर के सामने मार्केटिंग के सामने गाड़ियां लगा रहे हैं। और गाड़ियों के यहाँ पर पार्किंग गाड़ियों को आगे का या तो पूरी सब्जियाണ് നേതാക്കന്മാരൊക്കെ വന്നു പോകുന്നുണ്ട്. ചെരുപ്പ് അപ്പോൾ ഇവിടെ താമസിച്ചത് 24 തന്നെ.
हार्दिक स्वागत एवं अभिनंदन करता है। നമ്മൾ ഒരു പാൻറ്റൂൺ ബ്രിഡ്ജ് എന്ന് പറയും. വലിയ ക്യാപ്സൂൾ പോലെ ഇരുമ്പിൻ്റെ ഇതുണ്ടാക്കി വെച്ച് ഒരു വെള്ളം നിറച്ചിട്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കി. എത്ര പേര് കയറിയാലും പൊട്ടില്ല നല്ല രീതിയിലാണ്. ദൂരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനത്തെ ബ്രിഡ്ജുകൾ കാണാം. ഇവിടെല്ലാം ടെൻറ്റ് സിറ്റികൾ, ആൾക്കാർ കുളിക്കുന്നത് എവിടെയാണ്. ശ്രീധർ ജി അല്ലാണ്ട് പാലം തന്നെ വളരെ ശക്തമായിട്ട് പാലമാണ് കേട്ടോ. വണ്ടികളൊക്കെ കടന്നു വരാൻ പോലും പറ്റുന്ന രീതിയിലുള്ള ടെമ്പററി പാലമാണ്. അതുകൊണ്ടൊരു സുഖമായിട്ട് വരും. ഇതാണ് ത്രിവേണി സംഘം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം. അവിടെ ഇറങ്ങി കുളിക്കണമെങ്കിൽ 100 രൂപ. സംഘസ്ഥാനം ഒഴുകി വരുന്ന വെള്ളമാണ് ബാക്കിയെല്ലാം ഉള്ളത്. നിഷാദരാജന്മാർക്ക് കണ്ണടച്ചിട്ട് ദാനം ചെയ്യുന്ന 10 രൂപ. അങ്ങനെ ഓരോരുത്തർ പൈസ വാങ്ങിക്കും. അപ്പോൾ ത്രിവേണി സംഗമം ഇതാണ്. കേട്ടോ, ശ്രീചക്രം ദേവി, അവിടെ ശിവനും ശങ്കരാചാര്യരും കാമാക്ഷി ദേവി, 3 തട്ടുള്ള ക്ഷേത്രം. സ്വാമി അയ്യപ്പോ പല അത് ബാബാജിമാരുണ്ട്. ഇതാണ് നമ്മുടെ ബ്രിഡ്ജിൻ്റെ ക്യാപ്സൂൾ. ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തി, താഴത്തെത്തി. സ്പേസും ഇല്ല. ഇതിൽ വെള്ളം നിറച്ചിട്ടാണ് ഈ പരിപാടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വെള്ളം നിറച്ച് നിറയെ പാലങ്ങളാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഇതിട്ടിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് വെള്ളത്തിന്. തീരുമാനിക്കാം. എന്നിട്ട് പിന്നെ അപ്പോൾ കാൺപൂരാണ്. കാൺപൂരത്തെ വിശേഷങ്ങളാണ്. അങ്ങനെ ഉള്ള ഫാക്ടറിയാണ്. ഭയങ്കര സൗണ്ടാണ്. കോലോട്ട് ചുള്ളിയെടുക്കും. ഒട്ടി ഉണ്ടാകും. ലൈവായിട്ട് പോവാം. ഇങ്ങനെ ഇറങ്ങി കാൺപൂരത്തെ വിശേഷങ്ങൾ ഇതാ. നല്ല ക്ലംസി ആയിട്ട് ട്രാഫിക്കാണ്. ഇതാണ് ടുക്ക് CNG ഓടുന്ന ഓട്ടോ. ഇവിടെ ഉണ്ട്, അതെല്ലാം ചൂലയിലാണ്. ചായ വെച്ചിരിക്കുന്നൊക്കെ ചൂലയിലാണ്. ചൂടാക്കണം. ചായയുടെ കട, കുറച്ചുകൊണ്ട് പൂരി സബ്ജി, അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള കാൺപൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ മുന്നിലാണ് ഇത്രയും ഭീകരമായിട്ടുള്ള ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കാണുന്നത്.